മുതിർന്ന കോൺഗ്രസ് നേതാവ് എ.കെ. ആന്റണിയും ബി.ജെ.പിയിൽ ചേർന്നു. ആന്റണിയെ ബി.ജെ.പിക്കാരനാക്കി എക്കണോമിക്സ് ടൈംസിന്റെ പോസ്റ്റ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടാം ഘട്ടത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തുന്ന പോസ്റ്റിലാണ് പത്തനംതിട്ട മണ്ഡലത്തിൽ മത്സരിക്കുന്നത് എ.കെ. ആന്റണി ആണെന്ന് പറയുന്നത്. ആന്റണിയുടെ ചിത്രവും പേരും താമര ചിഹ്നത്തിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. പത്തനംതിട്ടയിൽ എൻ.ഡി.എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് എ.കെ. ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയാണെന്നും അനിൽ കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിൽ ചേർന്നെന്നും മലയാളികൾക്കെല്ലാം അറിയാം. എക്കണോമിക്സ് ടൈംസിന് പേരും ചിത്രവും കൊടുത്തതിൽ സംഭവിച്ച പിഴവാണെന്നാണ് സൂചന. എന്നിരുന്നാലും പത്തനംതിട്ട മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് തെറ്റിദ്ധാരണ സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല, എ.കെ. ആന്റണി ബി.ജെ.പിയിൽ ചേർന്നു എന്ന് തെറ്റിദ്ധരിക്കാനും ഇടവരുത്തുകയും ചെയ്തു. പോസ്റ്റിന് താഴെ ചിലർ എ.കെ. ആന്റണി ബി.ജെ.പി ടിക്കറ്റിൽ മത്സരിക്കുന്നുണ്ടോ എന്ന് ആരായുന്നുണ്ട്. പണത്തിനു വേണ്ടി ആന്റണി ബി.ജെ.പിയിൽ ചേർന്നെന്നും ഇത്തരത്തിൽ പാർട്ടി മാറുന്നവരെ വിശ്വസിക്കരുതെന്നും ഒരാൾ അഭിപ്രായപ്പെട്ടു. എ.കെ. ആന്റണി മത്സരിക്കുന്നില്ലെന്നും മകൻ അനിൽ ആന്റണിയാണ് മത്സരിക്കുന്നതെന്നും പോസ്റ്റ് തിരുത്തണമെന്നും മറ്റു ചിലർ. ഇത് ഗോഡി മീഡിയയുടെ മൈൻഡ് വാഷിംഗ് ടെക്നിക്കാണെന്ന് ചിലർ വിമർശിക്കുകയും ചെയ്തു. ഗോഡി മീഡിയ മനഃപൂർവ്വം വരുത്തിയ തെറ്റാണെന്നും മറ്റു ചിലർ കുറ്റപ്പെടുത്തി. അതേസമയം തിരുവനന്തപുരത്ത് വോട്ടുള്ള അനിൽ ആന്റണി പതിവ് തെറ്റിച്ച ഇത്തവണ ഒറ്റയ്ക്ക് വോട്ട് ചെയ്യാനെത്തി. ഒരു മാസത്തിലേറെ നീണ്ട തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ശേഷം ഇന്നലെയാണ് അനിൽ തിരുവനന്തപുരത്തെ വീട്ടിലെത്തിയത്. മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ അച്ഛൻ എ.കെ. ആന്റണിക്കും അമ്മ എലിസബത്തിനും ഒപ്പമാണ് അനിൽ ആന്റണി വോട്ട് ചെയ്യാൻ എത്തിയിരുന്നത്. തനിക്ക് പത്തനംതിട്ടയിലേക്ക് പോകേണ്ടതുള്ളതിനാലാണ് രാവിലെ ഒറ്റയ്ക്ക് വോട്ടിടാൻ എത്തിയതെന്നാണ് അനിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. കേരളത്തിലെ പ്രത്യേകിച്ച് പത്തനംതിട്ടയിലെ എല്ലാ ജനങ്ങളുടെയും അനുഗ്രഹം ഉണ്ടെന്നാണ് വിശ്വാസം. തീർച്ചയായും നല്ലൊരു തെരഞ്ഞെടുപ്പ് ഫലം എൻ.ഡി.എ പ്രതീക്ഷിക്കുന്നു. രാജ്യം മുഴുവൻ മോദി അനുകൂല തരംഗമാണ്. അത് കേരളത്തിലെ ഓരോ മണ്ഡലത്തിലും പ്രതിഫലിക്കും. എൻ.ഡി.എ ചരിത്ര വിജയം നേടും. 50-55 ദിവസത്തെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിന് ശേഷം ഞാൻ ഇന്നലെ വീട്ടിലെത്തിയിരുന്നു. വളരെ സന്തോഷകരമായി സംസാരിച്ചു. എനിക്ക് മണ്ഡലത്തിൽ പോകേണ്ടതിനാൽ ഞാൻ നേരത്തെ വന്നു. ബാക്കി എല്ലാവരും 10 മണി കഴിയുമ്പോൾ വന്ന് വോട്ട് ചെയ്യും. രാഷ്ട്രീയം വീട്ടിൽ ചർച്ച ചെയ്യാറില്ല. വ്യക്തിപരമായി ഏറെ ബഹുമാനവും സ്നേഹവുമുള്ള 2 പേർ മാതാപിതാക്കളാണ്. ഞാൻ പറഞ്ഞതിനെ ദുർവ്യാഖ്യാനിക്കാനൊക്കെ പലരും ശ്രമിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം, അനിൽ ആന്റണി പറഞ്ഞു. മണ്ഡലത്തിൽ എൻ്റെ എതിർ സ്ഥാനാർത്ഥികൾക്കെതിരെ വലിയ ജനവികാരമാണ്. ഞാൻ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കും. 4.5 ലക്ഷം വോട്ടുകളാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, അനിൽ ആന്റണി കൂട്ടിച്ചേർത്തു. ലോക്സഭാ വോട്ടെടുപ്പിൽ 9 മണിക്കൂർ പിന്നിടുമ്പോൾ സംസ്ഥാനത്ത് മികച്ച പോളിംഗ് ആണ്. രാവിലെ തുടങ്ങിയ പോളിംഗ് 4 മണിയാകുമ്പോൾ 60% ഉയർന്നിരുന്നു. ഏറ്റവും ഒടുവിലെ കണക്കനുസരിച്ച് 56.1% കടന്നിരിക്കുകയാണ്. ആലപ്പുഴയും കാസർഗോഡും കണ്ണൂരും ചാലക്കുടിയും ഇതിനോടകം 58% കടന്നിട്ടുണ്ട്. സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലും പോളിംഗ് 50% കടന്നു. പലയിടത്തും ബൂത്തുകളിൽ നീണ്ട നിരയുണ്ട്. നഗരമേഖലകളിൽ ഇത്തവണ മികച്ച പോളിംഗ് രാവിലെ മുതൽ തന്നെ രേഖപ്പെടുത്തിയിരുന്നു.